സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ജപ്തി നടപടികൾക്കിടയിൽ മരണപ്പെട്ട ഷീബ ദിലീപിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ബാങ്കിനു മുമ്പിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ്. കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ക്രമവിരുദ്ധ ജപ്തി നടപടികൾക്കിടയിൽ മരണപ്പെട്ട ഷീബ ദിലീപിന്റെ മരണത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തുക, കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നെടുങ്കണ്ടത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മുമ്പിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. സമരം ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. അപ്പോ സാമാന്യ മര്യാദയ്ക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാവില്ലായിരുന്നു. ഇനി ഭൂമി നേരത്തെ കൈവശം വെച്ച ആള് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, ആ ഭൂമി വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി സ്വീകരിക്കാവുന്നതാണ്. അതിന് നടപടി വേണ്ടത് ആവശ്യമായി ബാങ്കിന് സ്വീകരിക്കാമായിരുന്നു. ഈ ഗുണ്ടാപ്പണി ഒരുമാതിരി ഈ പണി ചെയ്യാറ് വഴിയുണ്ട്, അതിന് മാർഗവുമുണ്ട്. അവര് പോലീസും സംഘവും എല്ലാം കൂടെ ചെന്നപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഭീഷണിപ്പെടുത്താൻ വേണ്ടി, ഇവരെ എങ്ങനെയും പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ ഒച്ചപ്പാടുണ്ടാക്കിയത്. പക്ഷേ അവസാനം ആ സ്ത്രീ, ആ സഹോദരി ദാരുണമായി പൊള്ളലേറ്റ് മരിക്കേണ്ട ഗതികേടാണ് ഉണ്ടായത്. ഇത് മനസാക്ഷിയെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചിക്കളി കൊടുത്ത യജമാനന്റെ ഇംഗിതത്തിന് റാമോളുണ്ട്. അതുകൊണ്ട് കൊലക്കുറ്റത്തിനാണ്. അതിനൊക്കെ ഇന്ത്യൻ പീനൽ കോഡിൽ തക്ക നിയമമുണ്ട്. നിയമം അറിയാവുന്നവർക്ക് ഇപ്പം ഞങ്ങളുടെ കൂടെയുണ്ട്, വകുപ്പുണ്ട്. അതിന് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ പരിപാടി ഈ നിലയിൽ കഴിയില്ല. ഇതിപ്പോൾ സർവ്വസാധാരണമായി വരുന്നൊരു പ്രശ്നമാണ്. ഇതാണ്, ഒരു നീതീകരണവും ഇല്ല. ഇത് ഒരുപാട് ഗുണ്ടാപ്പണിയാണ് കാണിച്ചിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് അവിടെ താമസിക്കുന്ന ആ സ്ഥലത്ത് ചെന്ന് പോലീസും ഈ ബാങ്കിന്റെ ജീവനക്കാരും കൂടെ ജപ്തി ചെയ്യാൻ ചെന്നത്? ഒന്ന്, ലോൺ എടുത്ത ആളിന്റെ മേൽ നിയമ നടപടി സ്വീകരിക്കാം. അതേപോലെ തന്നെ ബാങ്കിന് ലോൺ ഉണ്ടെന്ന വസ്തുത മനസ്സിലാക്കാതെ ആ വീടും സ്ഥലവും കൂടി വാങ്ങിച്ചവരുടെ പേരിൽ നിയമപരമായ നടപടി സ്വീകരിക്കാം. അതിന് നോട്ടീസ് കൊടുക്കാം. എന്തെല്ലാം മാർഗം നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ചുണ്ട്. ആ മാർഗം ഒന്നും സ്വീകരിക്കാതെയാണ്, തനി തോന്നിയാസമാണ്, ഗുണ്ടാപ്പണിയാണ് അവിടെ നടത്തിയത്. അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉത്തരവാദികളാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ പേര് കൊലക്കുറ്റത്തിനാണ് കേസെടുക്കേണ്ടതെന്നാണ് എനിക്ക് പറയാവുന്നത്. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ സജി പറമ്പത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഷീബ ദിലീപിന് മുമ്പ് ഇരുന്ന ആളും അതിന് മുമ്പ് ഇരുന്ന ആള് ലോൺ എടുത്ത് ആ സ്ഥലം കൈമാറ്റം ചെയ്ത് രണ്ടാമത്തെ വ്യക്തിയുടെ അടുത്ത് ചെല്ലുകയും അവർക്ക് സ്ഥലം ആധാരം ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം വീണ്ടും 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഷീബ ദിലീപിന്റെ പേരിലേക്ക് ആ ആധാരം രജിസ്റ്റർ ഉണ്ടായി. ഒന്ന് നിങ്ങൾ ചിന്തിച്ചോ, ഒരു ബാങ്കിൽ ബാധ്യതയിൽ നിൽക്കുന്ന സ്ഥലം 3 പേർക്ക് എങ്ങനെ കൈമാറ്റം ചെയ്യാൻ കഴിയുമെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത് മാത്രവുമല്ല, രണ്ടാമത്തെ വ്യക്തിക്ക് സ്ഥലം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അത് പോക്കുവരവ് ചെയ്യാത്ത സ്ഥലം 3ാമത്തെ വ്യക്തിക്ക് എങ്ങനെ ഒരു രജിസ്ട്രാർ അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ നിയമവശം ഉണ്ട് എന്ന് മാത്രം നമ്മൾ പഠിക്കുക. അപ്പൊ എവിടെയോ എന്തൊക്കെയോ ഈ സ്ഥല കൈമാറ്റത്തിനകത്ത് കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആരും ചോദിക്കാനില്ലാത്ത ആരുടെയെങ്കിലും വീട്ടിൽ കയറി കിടന്ന് ആ വീട്ടിൽ കയറി കുത്തഴിഞ്ഞ പ്രവർത്തനം നടത്തുകയല്ല ബാങ്കിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യേണ്ടിയിരുന്നത്. അതിന് യഥാർത്ഥ രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. മറ്റൊരു കാര്യം, ഒരു ജപ്തി നടപടിക്ക് പോകുമ്പോൾ നമ്മൾ ആരും പ്രതികരിക്കും? സ്വന്തം അന്തി ഉറങ്ങുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യാക്രമണം ഉണ്ടാകും. ആ തയ്യാറെടുപ്പ് പോലും ഇല്ലാതെയാണ് ഈ ബാങ്കുകാരും പോലീസ് ഡിപ്പാർട്ട്മെന്റും പോയത്. ഈ വെട്ടുളൂപ്പിയായി നിന്ന ഒരു സ്ത്രീയോട് ഒരു 10 മിനിറ്റ് നിങ്ങളൊരു മര്യാദയും സംസാരിച്ച് അവരെ കയ്യിൽ നിന്ന് ആ വെട്ടുളൂപ്പി മാറ്റിയതിനു ശേഷം നിങ്ങൾക്ക് വേണം ബലം പ്രയോഗിച്ച് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടായിരുന്നു. അപ്പോൾ പോയ ഉദ്യോഗസ്ഥൻ
ഒരു വനിതാ പോലീസിനോട് നിർദ്ദേശം കൊടുത്തോണ്ട് പിടിച്ചു മാറ്റടി എന്ന് ആക്രോശിച്ചതിന്റെ അവസ്ഥയാണ് ആ പാവം ആ വനിതാ പോലീസ് ഇന്നും ആശുപത്രിവാസത്തില്ല. അതിൽ ഞങ്ങൾക്ക് ദുഃഖമൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ കാരണവും യഥാർത്ഥത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകളുടെ പക്വതയില്ലാത്ത ഇടപാടാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഷീബ ദിലീപ് തീ കൊളുത്തിയതിനു ശേഷം അല്ലെങ്കിൽ തീയിൽ പെട്ടതിന് ശേഷം നിമിഷ നേരം കൊണ്ട് ബാങ്കുകാർ മുഴുവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിയെ കയറി പോയി. ഈ പാവപ്പെട്ട പോലീസുകാർ മാത്രം അവിടെ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പൊ നിങ്ങളെ സംരക്ഷിക്കാനല്ല ബാങ്കുകാർ നിൽക്കുന്നതെന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ജനറൽ കൺവീനർ PN വിജയൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഖ ത്യാഗരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ MS മഹേശ്വരൻ, KG ഓമനക്കുട്ടൻ, സിജോ നടക്കൽ, R സുരേഷ്, KN തങ്കപ്പൻ, അജീഷ് മുതുകുന്നേൽ, ഷിഹാബി ഇട്ടിക്കൽ, PK സദാശിവൻ, M സുകുമാരൻ, ശ്യാമള വിശ്വനാഥൻ, ഷിജു ഉള്ളുരുപ്പിൽ, ജെയിംസ് മാത്യു, ബിജു കോട്ടയിൽ, ബിന്ദു സഹദേവൻ, ഷിബു ചേരികുന്നേൽ, സജി ചാലിൽ, AV മണിക്കുട്ടൻ, അനിൽ കട്ടൂപ്പാറ, T പ്രകാശ്, നൌഷാദ് ആലുമൂട്ടിൽ, PK ഷാജി, CM വിൻസെന്റ്, അഡ്വക്കേറ്റ് വിനോദ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രശ്നത്തിന് മേൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും കുടുംബത്തിന് നീതി കിട്ടുന്ന നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഹെഡ് ഓഫീസ് അടക്കമുള്ള സമരപരിപാടികളിലേക്ക് ആക്ഷൻ കൗൺസിൽ തിരിയുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MLA MM മണി പറഞ്ഞു. അവർക്ക് വേണമെങ്കിൽ ഈ ബാങ്ക് വേണ്ടെന്ന് വെക്കാം. പക്ഷേ നിങ്ങളുടെ ഹെഡ് ഓഫീസ് ഉണ്ടല്ലോ, ഞങ്ങൾ അങ്ങോട്ട് വരേണ്ടി വരും. പിന്നെ ഇവിടുന്ന് ആളുകളെല്ലാം കൂട്ടി ഞങ്ങൾക്ക് ഇച്ചിരി റിസ്ക് ഉണ്ടെങ്കിലും ഏതായാലും വയ്യാവേലി ഇതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവണമല്ലോ. അപ്പം ഞങ്ങൾ നിങ്ങളുടെ ഹെഡ് ഓഫീസിലേക്കും വരും, ഏത് കോടതിയിൽ പോയാലും വരും. കോടതി നടപടി അതിൻ്റെ വഴിക്ക് നിയമപരമായി നടന്നോളൂ. ഈ കോടതി കേസെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ചുമ്മാ വരക്കാനൊന്നും വരണ്ട. ഞങ്ങൾ ഈ കേസും കോടതിയെല്ലാം ഒരുപാട് കണ്ട് ഇപ്പോഴും കേറിക്കൊണ്ടിരിക്കുക. അതാണ് ഈ ഒരുമാതിരി എന്നതിന് പറയുന്ന ഭാഷ. പച്ച മലയാളത്തിൽ പറഞ്ഞ ശുദ്ധ തെറ്റിത്തരമെന്ന് പറയാം. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി. നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോച്ചിംഗ് സെന്ററുകൾ, മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ്, ചിൽഡ്രൻസ് കെയർ യൂണിറ്റ്, കമ്പനി ഗോഡൌൺ, ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ 3250 അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൗണിൽ വാടകയ്ക്ക്. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ആന്റിക്, ചെട്ടിനാട്, ടർക്കിഷ്, സിംഗപ്പൂർ, കൽക്കത്ത, രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം 3000 രൂപ മുതൽ, തിരികെ നൽകുമ്പോൾ 95% ബൈബാക്ക്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി. തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ്. കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം. നിങ്ങളുടെ കുഞ്ഞോമനകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേകുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം. ന്യൂ ബോൺ മുതൽ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ. അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ്, ടോയ്സ്, ഫുട്വെയർ, പാർട്ടി വെയർ, ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം.